കോൺഗ്രസ്സിൽ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം, യൂത്ത് ലീഗിൻ്റെ നേതാവ് ഫിറോസ്, ഈ ത്രയങ്ങൾ UDF രാഷ്ട്രീയത്തെ തന്നെ മ്ലേച്ഛമാക്കുകയാണ്. സമ്പന്നത, പണം വേണം, ആ പണം കൊണ്ട് സോഷ്യൽ മീഡിയയിൽ സ്വാധീനം നേടണം. ഓർഗാനിക്കാണോ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ പേജുകൾ എന്നുള്ളത് ആദ്യം നമ്മൾ പരിശോധിക്കണം. ഈ 3 ആളുകൾക്ക് എന്തൊക്കെ ബിസിനസ്സുകളാണ് ഒരുമിച്ചുള്ളത്? എൻ്റെ ബലമായ സംശയം ഇദ്ദേഹത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനും ബിസിനസ് പാർട്ട്ണർമാരാണോ എന്ന് ഞാൻ ബലമായി സംശയിക്കുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും പല വിദേശ രാജ്യങ്ങളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടവും ഇതുപോലെ തന്നെ ഒരുപാട് ബിസിനസ്സുകളിൽ പങ്കാളിയാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് പങ്കാളിത്തത്തെക്കുറിച്ചും സാമ്പത്തികമായിട്ടുള്ള അഭ്യുന്നതി, അത്ഭുതകരമായിട്ടുള്ള അഭ്യുന്നതിയെക്കുറിച്ചും AICCക്ക് വരെ പരാതി നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. 5.25 ലക്ഷം രൂപ മാസശമ്പളം കിട്ടാൻ ഒരാൾ എത്ര കണ്ട് അധ്വാനിക്കേണ്ടതായിട്ട് വരും? ഇദ്ദേഹം എന്ത് അധ്വാനമാണ് നടത്തുന്നത്? ഇദ്ദേഹം തൻ്റെ കമ്പനിക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനം എന്താണ് എന്ന് ജനങ്ങളോടൊന്ന് തുറന്നു പറയട്ടെ. ഞാൻ ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്യാറുണ്ട്, എൻ്റെ ജോലി ഇന്നതാണ് എന്ന് അദ്ദേഹം ഇപ്പോൾ ഓൺലൈനിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഓൺലൈനിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൊടുക്കട്ടെ. 2018 മുതൽ ഇപ്പോൾ അദ്ദേഹം ജോലി ചെയ്യുന്ന ഫോർച്യൂൺ എന്ന് പറയുന്ന കമ്പനിയിൽ സെയിൽസ് മാനേജറാണ്. 2020 ഡിസംബർ മാസം അവസാനത്തെ ദിവസം വരെ അദ്ദേഹം ഈ കമ്പനിയുടെ സെയിൽസ് മാനേജറായി സേവനമനുഷ്ഠിച്ചതായിട്ടാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. തുടർന്ന് 3 മാസം, 3-4 മാസം, 4-ാം മാസമാണല്ലോ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2021. ആ ഒരു 4 മാസം 4-5 മാസം അദ്ദേഹം ആ സെയിൽസ് മാനേജർ വിസ പുതുക്കുന്നില്ല. എന്നിട്ട് നോമിനേഷൻ കൊടുക്കുന്ന പേപ്പറിൽ പ്രൊഫഷൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ബിസിനസ് എന്ന് എഴുതേണ്ടതിന് പകരം അദ്ദേഹം എഴുതിയത് ഞാനൊരു ലോയറാണ് എന്നാണ്, അഡ്വക്കേറ്റാണ്. അങ്ങനെ എഴുതി 21 കഴിയുമ്പോഴേക്ക് 22 അദ്ദേഹം വീണ്ടും ഈ വിസ എടുക്കുകയാണ്. ഇവരുടെ ഷോറൂം എവിടെയാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഗോഡൗൺ എവിടെയാണ് പ്രവർത്തിക്കുന്നത്? ഫുഡ് സ്റ്റഫാണ് എന്നാണല്ലോ പറഞ്ഞത്. ആ ഫുഡ് സ്റ്റഫായിട്ടുള്ള ഒരു കമ്പനി പ്രവർത്തിക്കുമ്പോൾ അവിടെ തൊഴിലാളികൾ വേണ്ടേ? കയറ്റിറക്കിന് തൊഴിലാളികൾ വേണ്ടേ? ഇതൊക്കെ തന്നെ രേഖപ്പെടുത്തി വയ്ക്കാൻ ഒരു ക്ലർക്ക് വേണ്ടേ? വേണ്ട. ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഗോഡൗൺ അത് വൃത്തിയാക്കാൻ ഒരു സ്വീപ്പർ വേണ്ടേ? ഈ തസ്തികകളൊന്നുമില്ലാതെ മാനേജർമാരാൽ മാത്രം സൃഷ്ടിക്കപ്പെടുന്ന, നടത്തിക്കൊണ്ടുപോകുന്ന അത്യത്ഭുതകരമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന കമ്പനി.